ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്ന കീബോർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം കീബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. മംഗ്ലീഷ് കീബോർഡ്, ഗൂഗിൾ ഇൻഡിക്ക്, ഇനി സാംസങ് ഫോണാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഡീഫോൾട്ടായിട്ട് വരുന്ന സാംസങ്ങിൻ്റെ കീബോർഡ്, ഇനി എന്തിന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ധാരാളം കീബോർഡുകൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ഏറ്റവും മികച്ചൊരു കീബോർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കാരണം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ലോഞ്ചർ ആയിക്കഴിഞ്ഞാലും കീബോർഡ് ആയിക്കഴിഞ്ഞാലും അത് യൂസേഴ്സിൻ്റെ ഉപയോഗത്തിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും മികച്ചൊരു കീബോർഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് വരുന്നൊരു കീബോർഡാണ് ഗൂഗിൾ ഇൻഡിക്ക്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കീബോർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ചൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഇൻഡിക്ക് കീബോർഡായിരിക്കും. നിങ്ങളിൽ പലരും ഈ ഒരു കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് മലയാളം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ താഴെ കാണുന്ന കീബോർഡിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇമേജ് സെറ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ഇൻഡിക്ക് കീബോർഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പെർമിഷൻ അലൗ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനായിട്ട് ഇവിടെ സെറ്റ് പെർമിഷൻ എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ആ ഒരു പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഭാഗം ആക്സെപ്റ്റ് ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അതിനുശേഷം നിങ്ങൾ ഇടതുവശത്തേക്കൊന്ന് സ്വൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് റെഡി ടു ഗോ എന്നൊരു ഓപ്ഷനിൽ താഴെ ഒരു എറോ മാർക്ക് കാണുന്നുണ്ട്. ആ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് കാണുന്നുണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു ഗൂഗിൾ ഇൻഡിക്ക് കീബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മുകളിലായിട്ട് കാണുന്ന സെലക്ട് ഇൻപുട്ട് ലാംഗ്വേജ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ രണ്ട് കാര്യങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഇൻഡിക് ലാംഗ്വേജും അതുപോലെ താഴെയായിട്ട് കാണുന്ന മലയാളം ആൻഡ് ഇംഗ്ലീഷും. ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യുക. പിറകിലേക്ക് വരിക. ഇനി നമ്മുടെ വാട്സപ്പ് ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ കീബോർഡിൻ്റെ ഭാഗത്ത് ഞാൻ എൻ്റർ ചെയ്തു. നമ്മുടെ ഇൻഡിക് കീബോർഡ് സെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ നമുക്ക് കാണുന്നുണ്ട്. രണ്ടും എഴുതുക എന്നുള്ള ഓപ്ഷൻ തന്നെയാണ്. ആദ്യത്തെ എഴുതുക എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തു. നിങ്ങൾക്കിവിടെ മലയാളം ഒരു അക്ഷരം കാണാം, ഇവിടെ ഇംഗ്ലീഷും കാണാം. ഈ ഒരു മലയാളം അക്ഷരത്തിലാണ് നമ്മൾ മലയാളം എൻ്റർ ചെയ്യുന്നത്. അതുപോലെ ഇംഗ്ലീഷിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് മാറുന്നതായിരിക്കും. നേരത്തെ നമ്മൾ രണ്ട് ഓപ്ഷനിൽ എഴുതുക എന്നൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ഈ ഒരു മലയാളം അക്ഷരത്തിൻ്റെ നേരെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് കാണുന്ന ഈ ഒരു എഴുതുക ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് മലയാളം എഴുതാൻ സാധിക്കും. ഇനി തിരിച്ച് വീണ്ടും നേരത്തെ എഴുതിയതുപോലെ വരണമെന്നുണ്ടെങ്കിൽ ആ അക്ഷരത്തിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കീബോർഡിൻ്റെ അകത്ത് നമ്മളൊരു ഇമേജ് സെറ്റ് ചെയ്യുന്നത്, അതിനായിട്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഗൂഗിൾ ഇൻഡിക്ക് കീബോർഡിലേക്ക് പോവുക. തിരിച്ച് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമതായിട്ട് കാണാൻ സാധിക്കും കീബോർഡ്. ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ആദ്യത്തെ ഓപ്ഷൻ കാണാം തീം. ഈ ഒരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് കുറേ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇനി കീബോർഡിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കളേഴ്സ് മാത്രമാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഫോട്ടോസാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും മൈ ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഈ ഒരു ഫോട്ടോ സെറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. വീണ്ടും ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം നമുക്കിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. തിരിച്ച് നമ്മുടെ വാട്സപ്പിൻ്റെ അകത്തേക്ക് പോവാം. വാട്സപ്പിൽ പോയിട്ട് ആ ഒരു കീബോർഡ് ഓപ്ഷൻ എടുത്ത സമയത്ത് കാണാൻ സാധിക്കും ആ ഒരു ഇമേജ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പുതിയ ആപ്ലിക്കേഷൻ എന്നല്ല, പഴയൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങളിൽ പലരും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവാം. എന്നാൽ ഇപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവർക്കും മികച്ചൊരു കീബോർഡ് വേണമെന്ന് ആവശ്യമുള്ളവർക്കും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.